സോ വെൽക്കം ബാക്ക് ടു ഫൺ വിത്ത് സ്റ്റാർസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്, ആരൊക്കെ കൺഫേംഡ് ആയി, ആരാണ് സീസൺ 7 കപ്പടിക്കാൻ പോകുന്നത്, ഇതെല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. ഇന്ന് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഷഹീറും അൻസിഫും ആണ്. സ്വാഗതം ചെയ്യും. നമസ്കാരം. നന്മോര ഇരിക്കുന്നവരെ വേണ്ട, വേണ്ട, കരയുന്നവരെ വേണ്ട, വേണ്ട, വാഴയായിട്ടിരിക്കുന്നവരെ വേണ്ട. പ്രതികരിച്ചില്ലെങ്കിൽ പണി വാങ്ങിക്കാൻ പോകുന്നത് ലാലേട്ടനും ക്രൂ ആണ്. ഞാൻ ഈ ഷേഫ് കളി എന്ന് പറഞ്ഞത് എല്ലാരെയും ഉദ്ദേശിച്ചാണ്. ഈ സീസണിൽ ആരൊക്കെയുണ്ട്? രേണു സുധി ഉറപ്പായിട്ടും ഉണ്ടാവാം, അനുമോൾ, രേഖ രതീഷ്, അക്ബർ ഖാൻ, അപ്പാനി ശരത്, 5 എണ്ണം ഏതാണ്ട് ഉറപ്പിക്കാം. ഈ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും എഡിറ്റിംഗ് ഇല്ലേ? ഉറപ്പാണ്. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ആഗ്രഹം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ. സോ വെൽക്കം ബാക്ക് ടു ഫൺ വിത്ത് സ്റ്റാർസ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്, ആരൊക്കെ കൺഫേംഡ് ആയി, ആരാണ് സീസൺ 7 കപ്പടിക്കാൻ പോകുന്നത്, ഇതെല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. ഇന്ന് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഷഹീറും അൻസിഫും ആണ്. സ്വാഗതം ചെയ്യും. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ഇതെന്തുവാ ഇത്? ഒരു കാലത്ത് നിങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ. അപ്പൊ അന്നേ അറിയായിരുന്നു ഇവൻ തീയാ, ഇവൻ കയറി വരുമെന്ന് എനിക്കറിയായിരുന്നു. ചുമ്മാ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുക. അതിൽ 2 പ്രമോ വന്നു. അതിൽ ഇന്നലത്തെ പ്രമോയില് ഒരു ഞെട്ടിക്കലുണ്ടല്ലോ. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നന്മോര ഇരിക്കുന്നവരെ വേണ്ട, വേണ്ട, കരയുന്നവരെ വേണ്ട, വേണ്ട, വാഴയായിട്ടിരിക്കുന്നവരെ വേണ്ട. ഇത് ലാലേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു. കണ്ട പ്രമോ വെച്ച് എന്താണ് അൻസിഫിന് മനസ്സിലായത്? കണ്ട പ്രമോ വെച്ച് എനിക്ക് മനസ്സിലായത്, കണ്ടസ്റ്റൻസ് ഒന്നും പേടിക്കണ്ട, ലാലേട്ടൻ സൂക്ഷിച്ചാൽ മതി. കാരണം പ്രമോക്കകത്ത് കണ്ടസ്റ്റൻസിനെ ഒന്നും ഇത് ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്, നമ്മൾ ഇത്തവണ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് നമുക്ക് ഹോപ്പ് തന്നിരിക്കുന്നത് ക്രൂ ആണ്. അപ്പം ക്രൂ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുവരെ സീസൺ 6 വരെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു സാധനം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് പാലിച്ച് കാണിക്കുക. എന്താണ് ശ്രദ്ധിക്കാത്തത്? ക്രൂ ടാസ്കുകൾ കൊടുക്കുന്ന, ബലൂൺ പൊട്ടിക്കുക, ബലൂൺ നിറയ്ക്കുക, ഓടുക, വെള്ളം ഒഴിക്കൽ മത്സരം, വെള്ളം കുപ്പിയിൽ നിറയ്ക്കൽ, അതായത് ചുരുക്കം ഒരു ഓണപരിപാടി, കലോത്സവം ടാസ്ക്. പിന്നെ ഇതിനകത്ത് ലാലേട്ടൻ എന്താ മോനെ ഇത്, മോനെ സേഫ് ഗെയിം കളിക്കുന്നവർ, മോനെ ചായ കുടിച്ച ദോശ ഉണ്ടാക്കിയോ, ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവരെടുത്ത് മാത്രം നന്നായിട്ട് കളിക്കുന്നവരെ ദേഷ്യപ്പെടുത്തും, അവരെ ഉറക്കി അവിടെ ഇരുത്തും. ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇത്തവണ വന്ന് എല്ലാവർക്കും എതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതികരിച്ചില്ലെങ്കിൽ പണി വാങ്ങിക്കാൻ പോകുന്നത് ലാലേട്ടനും ക്രൂ ആണ്. അതെങ്ങനെ പണി മേടിക്കും? കാരണം ഇവര് ഹോപ്പ് കൊടുത്തിരിക്കുകയല്ലേ. കഴിഞ്ഞ സീസൺ വരെയും തീ പാറും, സംഗതി കളറാവും, ഇതൊക്കെ ജസ്റ്റ് ഒരു ടാഗ് ലൈൻ മാത്രമായിരുന്നു. ഇത് ടാഗ് ലൈൻ അല്ലല്ലോ. പക്ഷെ ഈ പ്രൊമോയിൽ ഇങ്ങനെ തന്നെ പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുമ്പോ എപ്പിസോഡിൽ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവില്ലേ? അതാണ്, എപ്പിസോഡിൽ ഈ സാധനം ഇല്ലെങ്കിൽ അത് പ്രശ്നമാ. അപ്പം അൻസിഫ് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 ഇതുവരെയുള്ള ചരിത്രത്തിലേക്കാൾ മാറ്റും. കാരണം അവർ ഇങ്ങനെ ഒരു ഹോപ്പ് കൊടുത്തത് കൊണ്ട് ലാലേട്ടന്റെ അത്രയും വലിയൊരു ഇമേജിനെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് ഇവര് നല്ല കത്തി കയറാനുള്ള സാധ്യതയും, പിന്നെ പുതുതായിട്ട് ടാസ്കുകൾ അല്ലെങ്കിൽ കുറെ കൂടി എന്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ അൻസിഫിന്റെ കമന്റ് ബോക്സ് നമ്മുടെ ശ്രദ്ധയിൽ പെടുമ്പോഴേ ബിഗ് ബോസ് പോലും അറിഞ്ഞിട്ടുണ്ടോ ഈ കണ്ടസ്റ്റന്റുകളുടെ ലിസ്റ്റ് കൺഫേം ആയെന്ന്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം യൂട്യൂബിൽ നിറയെ റിവ്യൂവേഴ്സ് ഉണ്ട്, എല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ ഇത് ഒന്ന് കണ്ട് അതിന് പുറകെ വരുന്നതും ഉണ്ട്, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിടുന്നവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് അവരറിയാത്ത സംഭവങ്ങളൊന്നും അല്ലേ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയൊന്നും അല്ല, ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലാത്ത കാര്യമൊന്നുമില്ല. ഈ സീസണിൽ ആരൊക്കെയുണ്ട്? അപ്പൊ ഈ ഒരു നിമിഷത്തിൽ പറയാൻ പറ്റുമെങ്കിൽ ഒരു 5 പേര് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. കാരണം എപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അവസാന നിമിഷം വരെയും ട്വിസ്റ്റ് ആണ്. നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി പോകും. അപ്പൊ ഞാൻ ഈ പറയുന്ന പേര് ഫേക്ക് എന്നേ പുറത്തു വരുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ ഇതുവരെ ഞാൻ അറിഞ്ഞ ഒരു കാര്യവും അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നതും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതൊക്കെ വെച്ച് പറയുവാണെങ്കിൽ രേണു സുധി ഉറപ്പായിട്ടും ഉണ്ടാവാം, അനുമോൾ, രേഖ രതീഷ്, അക്ബർ ഖാൻ, അപ്പാനി ശരത്, 5 എണ്ണം ഏതാണ്ട് ഉറപ്പിക്കാം. ഇവര് വരുമെന്ന് ഉറപ്പാ? ഇവര് വരുമെന്ന് ഒരു 98% ഉറപ്പാണ്. ഇനി 2% ഇവരുടെ ഹെൽത്ത് മാത്രമേ ബാക്കി. ഈ ബിഗ് ബോസിന്റെ നിഗമനത്തില് ഒരാളെ കോൾ ചെയ്ത് കൺഫേം ആക്കി കഴിഞ്ഞാൽ പുറത്ത് പറയരുതെന്നല്ലേ? ഉറപ്പായിട്ടും പറഞ്ഞവരുടെ എനിക്ക് തോന്നുന്നു കൺഫേം ലിസ്റ്റ് മാറിയിട്ടുമുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ ഈ ലിസ്റ്റ് ഇത്രയും ഉറപ്പിച്ച് അൻസിഫ് പറയാൻ കാരണം എന്തുവാ? ഈ ലിസ്റ്റ് ഇത്രയും ഏതാണ്ട് ഉറപ്പിച്ച് എന്നുള്ള ഒരു കാര്യം അറിയുമ്പോഴാണ് പറയുന്നത്. അൻസിഫിനോട് ആര് പറഞ്ഞു? അതാണ് ചാനലിന്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്.
ചാനലുള്ളവർ തന്നെ പറയുന്നതാണോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെ ചാനലുള്ളവർ ഒരിക്കലും അവരുടെ ചാനലിലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ TRP ബ്രേക്ക് ചെയ്യുന്ന സാധനം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തെല്ലാം കേൾക്കുന്നതെന്ന് അറിയാവോ? നിന്റെ ഇന്ന ആളെ പോയി ഇന്ന ആളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടല്ലേ നീ ഇത് മേടിക്കുന്നേ, ഈ ന്യൂസൊക്കെ അവിടെ നിന്നല്ലേ കിട്ടുന്നേ. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഒന്നുമേ അല്ല. അതൊരു ട്വിസ്റ്റ് തന്നെയാണ്. അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാജിക് കാണിക്കുന്നു. ആ മാജിക് ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ നമുക്കത് മാജിക്കാ. അതിന്റെ കൺകെട്ട് വിദ്യ നമുക്ക് കാണിച്ചു തരുമ്പോ നമുക്കത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവോ? ഇത്രേ ഉള്ളൂ. ഇപ്പൊ കാണുന്ന ജനങ്ങൾക്ക് എന്നും ഒരു ചോദ്യചിഹ്നവാ, ഇതിന്റെ റൂട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിൽ കയറണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം പറഞ്ഞു ഒരു പനി വന്നാൽ പോലും ചിലപ്പോൾ അവരെടുത്ത് മാറ്റും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു അൻസിഫേ. അതിനെപ്പറ്റി ഇപ്പൊ അവരുടെ കേസ് മാത്രമല്ല, ഞാനും ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അല്ലാതെ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ മാസ്ക് വെച്ചിട്ടാണ് നടക്കുന്നത്. കാരണം എനിക്കാകെ ഉള്ള 100 ദിവസത്തെ വർക്കില് ശ്രദ്ധിക്കാൻ, എന്റെ ഹെൽത്ത് ശ്രദ്ധിക്കാനുള്ള ഞാൻ വീണ് കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ തന്നെ അവരും എല്ലാ രീതിയിലും ശ്രദ്ധിക്കണം. കണ്ടസ്റ്റൻസ് അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ഹൈപ്പ് കൊടുക്കാനോ ഇവരെ പൊക്കാൻ വേണ്ടിയിട്ടല്ല ചാനൽ അവരെ കൊണ്ടുവരുന്നത്. പ്യൂർലി ഇറ്റ്സ് എ ബിസിനസ്. അപ്പം എന്ത് ചെയ്യുമ്പോഴായാലും നമ്മുടെ ഫേസ് വാല്യൂ വിറ്റ് തൊലച്ചാണ് നമ്മൾ ബിഗ് ബോസിൽ പോകണം എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവണം. അത് വെച്ചിട്ട് പറയേണ്ട കാര്യങ്ങളെ പറയാവൂ. പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളുണ്ട്, പ്രൈവസി ഉണ്ട്. ഗെയിം കളിക്കാനാണ് പോകുന്നത്, ഗെയിം കളിക്കുക. പ്രേക്ഷകർ ഇതിനെ ഗെയിമായിട്ട് കാണുക, എന്റർടൈൻ ചെയ്യുക. ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട അതിന്റെ അകത്ത് ആരോടും. കമ്മിറ്റ്മെന്റ് വേണം, പക്ഷെ അധികം ആവരുത്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ഞാൻ ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള ആളാ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള ആളാ, അത് പാടില്ല. ഹൈ ബൈ, അത് മതി. ഈ ഷഹീറുമായിട്ട് എങ്ങനെ പരിചയം? ഷഹീറുമായിട്ട് അത് ഭയങ്കര വലിയൊരു കഥയാണ്. ഇപ്പോ നമ്മളൊരു 3-4 വർഷം ആവും. 4 വർഷം ആവും. അപ്പൊ ആദ്യം സബ്സ്ക്രൈബർ ആയിരുന്നു, പിന്നെ ഫ്രണ്ടായി, ബെസ്റ്റ് ഫ്രണ്ടായി, ഇപ്പൊ എന്റെ ബ്രദർ തന്നെയാണ്. അപ്പോൾ കമന്റ് വരുന്നത് അൻസിഫ് ഗേ ആണെന്നാണല്ലോ. കുഴപ്പമില്ല, അത് ഇനിയിപ്പോ ഒരു വർഷമോ അല്ലെങ്കിൽ 1-2-3 വർഷമോടെ കഴിയുമ്പോൾ എന്റെ കല്യാണം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരാളെ കല്യാണം കഴിയുമ്പോൾ അതങ്ങ് തീർന്നു കിട്ടും. അപ്പൊ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടല്ലോ. ഒന്ന് കാണിക്കോ നമ്മൾ തന്നെ? അതിപ്പോ റിവീൽ ചെയ്യാൻ സമയമായിട്ടില്ല, നമ്മൾ കാത്തിരുന്നോളാം. ഇനിയിപ്പോ ബിഗ് ബോസിന്റെ കാര്യത്തിലോട്ട് തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ഒരിക്കലും സ്ക്രിപ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഔട്ട്ലൈൻ ഉണ്ട്, ഷോക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിലുണ്ട്, അൻസിഫ് ഉണ്ട്. ഞാൻ കേട്ടത് വെച്ച് അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞത് വെച്ച് എന്നെ തളർത്താനായിട്ട് ഒരാളെ ഇടുവോ? ഉറപ്പായിട്ടും. ഇപ്പം നമ്മുടെ അത് മെയിൻലി പറഞ്ഞു വരുമ്പോൾ കുറെ പേര് പറയുന്ന ഒരു സംഭവമാണ്, ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ആങ്കർ, ഒരു RJ, ഒരു സിംഗർ, അങ്ങനെയല്ല. അവര് നോർമലി ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല പല വ്യക്തിത്വങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് വെച്ചിട്ടുള്ള വിളിക്കും. അപ്പൊ അവരവിടെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫൈനൽ സെലക്ഷൻ നടക്കുമ്പോൾ ഓരോരുത്തരും ഓരോ വ്യക്തിത്വമാണെങ്കിൽ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. ഒരേപോലത്തെ സ്വഭാവമുള്ള 2 പേരെ ഇന്ന് വരെ നമ്മൾ ബിഗ് ബോസ് കണ്ടിട്ടില്ല, കാണത്തുമില്ല. ഇപ്പൊ മീൻസ് ഇപ്പൊ നമ്മുടെ കേസിൽ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ വേവ് ലെങ്ത് ചിന്തിക്കുന്ന ആളാണ്. നമ്മൾ രണ്ടുപേരുടെ ഒരു സീസണിന്റെ ഓഡിഷന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും സെലക്ട് ആവുകയാണെങ്കിൽ ഒരാൾ മാത്രമേ. അത് ഏതൊക്കെ കാറ്റഗറിയാണ് വരുന്നത്? ഇപ്പം കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മൾ ഈ റിവ്യൂവേഴ്സും പ്രേക്ഷകരോട് ഇരുന്നിട്ടാ. അവര് ഫൈനലൈസ് ആവുന്ന കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അവർക്കൊരു ജോലി ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, അതിന് നമ്മളെടുത്ത് തിരുത്തി കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇപ്പം ജിൻഡോ കയറുന്നു, റോക്കി കയറുന്നു, അപ്പം റോക്കിയോട് പറയുമോ ഇതിന്റെ ക്രൂവ് ജിൻഡോയ്ക്ക് ഇട്ട് പണി കൊടുത്തോണം, ഇത്ര ദിവസം ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കുവോ? ക്യാരക്ടർ കൊടുക്കുവോ? ഓരോരുത്തർക്ക് ക്യാരക്ടർ കൊടുക്കില്ല, പക്ഷെ അവരുടെ മൈൻഡിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കേസ് വെച്ച് പറയുക, ഞാൻ ബിഗ് ബോസിൽ പോകാൻ മാത്രം വലിയ ആളൊന്നുമല്ല, എന്നാലും ഇപ്പൊ എന്റെ കേസ് വെച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു 10-22 വയസ്സായി. അപ്പം അവരിപ്പോ ഇന്റർവ്യൂ നടക്കുമ്പോൾ തന്നെ ചോദിക്കും, പ്രണയം ഉണ്ടോ, പ്രണയത്തിലാണോ, എന്താണ് നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് അവർ മനസ്സിലാക്കും. ഇപ്പൊ ഞാനൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഇവൻ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കോഴി പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്ന് പ്രണയിക്കാൻ കണക്കിനുള്ള ഒരു ലെവലിൽ, അല്ലെങ്കിൽ ഒരു താന്തോന്നി പോലെ ഒരു 10-22 വയസ്സായ ഒരു ആൺകുട്ടിക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണോ അയാൾ കാണിക്കുന്നത്, അതിനകത്ത് ഏത് ക്യാരക്ടറാണ് എന്റെ ഉള്ളിലുള്ളതെന്ന് അവർ മനസ്സിലാക്കും. ആ ക്യാരക്ടർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇന്നാവും, അവർക്ക് വേണ്ട ക്യാരക്ടർ കൊടുക്കണം ഞാൻ, അപ്പൊ നമ്മൾ ഇന്നാവും. ഈ ഒരു ബിഗ് ബോസിന്റെ ഓഡീഷന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് സെൽഫ് ഇൻട്രോ ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് പറയുക, അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വൈ യു ആർ ചൂസിങ് ബിഗ് ബോസ്, എന്തുകൊണ്ട് നമ്മൾ ബിഗ് ബോസിനെ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം അവർ ചോദിക്കുന്ന വൈ ഷുഡ് വി ചൂസ് യു ആസ് എ കണ്ടസ്റ്റന്റ്, നമ്മൾ എന്തിന് നിങ്ങളെ ചൂസ് ചെയ്യണം കണ്ടസ്റ്റന്റ് ആയിട്ട്, നിങ്ങൾക്ക് അതിന് മാത്രം എന്താണ് ഉള്ളത്, ഇനി നിങ്ങൾ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, എന്ത് ഇമ്പാക്റ്റാ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ 4 എണ്ണത്തിൽ നമ്മൾ എന്തെല്ലാം ഉത്തരം പറയുന്നു അതിൽ പിടിച്ചായിരിക്കും അടുത്ത ചോദ്യങ്ങൾ വരിക. ഇവർക്ക് ഈ ദേഷ്യക്കാരെയാണോ വേണ്ടത്? അങ്ങനെയല്ല, പക്ഷെ മെയിൻലി ഈ ബിഗ് ബോസിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ആഗ്രഹം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ തൊട്ട് ഒരു അയൽവക്കത്ത്
ഒരു വഴക്ക് നടക്കുമ്പോൾ തന്നെയല്ലേ നമ്മൾ എത്തി നോക്കുന്നത്. അവർക്ക് ഒരു 5 രൂപ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല. വഴക്ക് നടക്കാൻ നമ്മൾ എത്തി നോക്കും. അപ്പോൾ വഴക്കാളികൾ അവർക്ക് വേണം. പക്ഷെ അതേസമയം ഡാൻസ് ഇഷ്ടപ്പെടുന്നതും പാട്ട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും അവർക്ക് വേണം. ഈ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിന്റെ ചിന്തകൾ തെറ്റായെന്ന് തോന്നുന്നുണ്ടോ? വിന്നറിനെ സെലക്ട് ചെയ്യാൻ അവരുടെ കയ്യിലല്ല കാര്യം. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിന്നറിനെ സെലക്ട് ചെയ്യാൻ. പക്ഷെ അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് ജിൻഡോ കളിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ജിൻഡോ ജിൻഡോ അതിനകത്തുള്ള ഒരു കളി നടത്തിയിട്ട് തന്നെയാണ് അവിടെ വരെ എത്തിയത്. ഈ ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ എന്ത് അർഹതയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഉത്തരം? ജിൻഡോ ബാക്കിയുള്ളവരെ മൊത്തം മണ്ടന്മാരാക്കി. അയാൾക്ക് അത്രയും കഴിവുണ്ടായിട്ടാണ് അയാൾ എല്ലാവരെയും മണ്ടന്മാരാക്കിയത്. പക്ഷെ അയാളെക്കാൾ കഴിവുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും കപ്പുകൾ കിട്ടാനുള്ള ലെവലിലേക്ക് ഓഡിയൻസും ചിന്തിച്ചില്ല. അയാളെ വ്യക്തമായിട്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തത് അത് അയാളുടെ കഴിവാണ്. അപ്പോഴും ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ വിറ്റത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കോണ്ടന്റ്, അത് ഉറപ്പാണ്. ഇത് എഗ്രിമെന്റ് ഉണ്ടോ ഇതിന് എഗ്രിമെന്റ് ഉണ്ട്. കാരണം ഈ ഷോ നടന്നതിന് 1 വർഷം വരെയും നമ്മൾ ഈ ഷോയെ കുറിച്ച് ഒന്നിട്ടും പറയാൻ പാടില്ല. അങ്ങനെ എന്തോ ഒക്കെ എഗ്രിമെന്റ്സ് ഉണ്ട്. കാരണം ഇവരുടെ പേയ്മെന്റ്സ് ഫുള്ള് ഏതുകൊണ്ട് ഒരു 80% പേയ്മെന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. 20% പേയ്മെന്റ് അവിടെ ബാക്കി നിർത്തും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പേയ്മെന്റ് കിട്ടത്തില്ല. ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് മേടിച്ചിട്ട് കണ്ടസ്റ്റന്റ് ആരായിരിക്കും? നോബി ആയിരിക്കാം ഒരു പക്ഷേ, മേ ബി. എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അറിയില്ല. ആ സമയത്ത് നോബി ചേട്ടാനൊക്കെ വരുന്ന സമയത്ത് നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്. ഏതാണ്ട് 1 lakh വരെ ഡെയിലി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വിന്നറിന് കിട്ടിയതിനേക്കാളും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഒരു ദിവസം 1 ലക്ഷം രൂപ. അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല. പിന്നെ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിറയെ വീഡിയോസ് ഉണ്ട്. അറിയില്ല, കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ വിവരങ്ങളുടെ കൂട്ടത്തിൽ അറിയുന്നതാണ്. എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. ഈ വോട്ടിങ്ങിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെ ആയിരിക്കും? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഒരു ഏജൻസിയാണ് നോക്കുന്നത്, ഒരു അമേരിക്കൻ ഏജൻസി ആണെന്നൊക്കെ കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞു. ജെനുവിൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എനിക്ക് വിശ്വാസമില്ല, തമിഴും വിശ്വാസമില്ല. മലയാളം ഇതുവരേക്കും ഓക്കെയാണ്. ഇനിയുള്ള കാര്യം അറിയില്ല. ഇതുവരെയുള്ള സീസണിൽ 6 വരെ എടുത്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും? രഞ്ജിനി ഹരിദാസ്. ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പോ രഞ്ജിനി എങ്ങനെയാണോ നിൽക്കുന്നത് അന്നും അത് തന്നെയാണ്. അതുപോലത്തെ കണ്ടസ്റ്റൻസും ഇനി വരില്ല. മീൻസ് ഇപ്പൊ സീസൺ 1 ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടസ്റ്റൻസിനെ എടുത്താല് സാബു, ദിയാസന, രഞ്ജിനി, ശ്വേത മേനോൻ, അരിസ്റ്റോ സുരേഷ്, ഷിയാസ് കരീം, ഇവരൊക്കെ സ്റ്റിൽ ഇപ്പോഴും അതുപോലെയാണ്. കാരണം അന്ന് വരുമ്പോ ഏത് ബിഗ് ബോസ് ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവർക്ക് ഇവര് ജീവിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ ഗെയിമും കളിക്കുന്നു. സീസൺ 2 മുതൽക്ക് ആളുകൾ ഇതെല്ലാം കണ്ടു പഠിച്ചു വരുമ്പോഴത്തേക്കും അതിൽ മാറ്റം വരും. അപ്പം അതിനകത്തുള്ള എല്ലാവരും റിയൽ ജെംസ് ആണ്. അതിനകത്ത് രഞ്ജിനി, എനിക്ക് പേഴ്സണലായിട്ട് രഞ്ജിനിയെ രഞ്ജിനി എല്ലാവരെയും മുഖത്ത് നോക്കി എന്ത് കാര്യം പറയുന്നതായതുകൊണ്ട്. ഇപ്പൊ രഞ്ജിനിയുടെ ഒരു വീഡിയോ തന്നെ വൈറലായി. രഞ്ജിനിയുടെ വീഡിയോ എടുക്കുന്ന ആളെ രഞ്ജിനി വീഡിയോ എടുത്ത്. ഇനിയിപ്പോ സീസണിനെ പറ്റി പറയുമ്പോൾ തന്നെ അഖിൽമാരാരുടെ ഗെയിം ഇഷ്ടമായിരുന്നു. അഖിൽമാരാരുടെ ഗെയിം ഇഷ്ടമായിരുന്നു, ഉറപ്പായിട്ടും അത് ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടി സംഭവങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അഖിൽമാരാർ ജയിക്കാനുള്ള എല്ലാ സംഭവങ്ങളും പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഒരു മൈൻഡ് ഗെയിമറാണ്. പക്ഷെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് അതിൽ കാണാൻ പറ്റിയില്ല. കാരണം ഓപ്പോസിറ്റ് ശോഭാ വിശ്വനാഥ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജുനൈസ് ചെറിയൊരു സപ്പോർട്ടും. ഈ 6 വരെയുള്ള സീസൺ എടുക്കുകയാണെങ്കിൽ അഖിൽമാരാറിന് പറ്റിയ എതിരാളി ആരായിരിക്കും? സാബുമോൻ ഇടണമായിരുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് സീസൺ 1 തൊട്ട് 6 വരെ എടുക്കുമ്പോൾ ആരൊക്കെ ഒരു ഹൗസിൽ വരണം? എന്റെ ഒരു ഞാൻ സാധാരണ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ മലയാളത്തിൽ അത് വന്നേക്കാം. അതിനകത്ത് പൊതുവെ വിന്നാസിനെ എടുക്കാറില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു വിന്നാസിനോട് ചേർത്ത് പറയുക, സാബുമോൻ ഉറപ്പായിട്ടും ആ സീസണിൽ ഉണ്ടാവണം. സീസൺ 1 നിന്ന് സാബുമോൻ, രഞ്ജിനി, ദിയാസന. സീസൺ 3 നിന്ന് ഞാൻ റംസാനെ പറയും. സീസൺ 4 നിന്ന് റിയാസ്, ലക്ഷ്മിപ്രിയ, ജാസ്മിൻ. റോബിൻ ഇനി ഒരു അവസരം കൊടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല. കൊടുക്കണോ? കൊടുത്തേക്കാം, ഞാനല്ലല്ലോ കൊടുക്കുന്നേ, എന്നാലും കൊടുത്തേക്കാം. റോബിൻ. സീസൺ 5 നിന്ന് അഖിൽമാരാർ, ശോഭ, പിന്നെ വിഷ്ണു ജോഷി, നാദിറ. സീസൺ 6 നിന്നും ജാസ്മിൻ ജാഫർ, പിന്നെ ആരുണ്ട്? ഗബ്രി വൺ ഓഫ് ദ സൂപ്പർ പ്ലെയർ ആണ്. പിന്നെ സിബിനും കൊടുക്കാം ഉറപ്പായിട്ടും. ആര്യ പറയാൻ വിട്ടുപോയി. സീസൺ 2 ആര്യ സിബിന് ഒരുമിച്ച് വരട്ടെ. ഒരു പ്ലെയർ ആയിട്ടൊന്ന് കളിക്കട്ടെ. ആര്യ ഇത് വന്നാ കത്തും ഉറപ്പായിട്ടും. നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഔട്ടായിരിക്കും വരുന്നത് അല്ലേ? വരുമായിരിക്കാം ചിലപ്പോ. ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആരായിരിക്കും അൻസിഫിന്? ബിഗ് ബോസ് മെറ്റീരിയൽ ഒരാളുടെ ഒരു നിസാര ഒരു പ്രവൃത്തി കൊണ്ട് ഇഷ്ടപ്പെടാതെ പോയതാണ് അസീറോക്കിയെ. ഭയങ്കര സൂപ്പർ പ്ലെയർ ആയിട്ട് ടോപ്പ് 3 ആദ്യത്തെ ഒരു വീക്ക് ആയിരുന്നെങ്കിലും പിന്നെ കയറി വരെയായിരുന്നു.
പിന്നെ കേറി വരുന്നപ്പോഴത്തേക്കും ആ ഒരു ഇതിലിടയിൽ പിന്നെ പോയി. പുള്ളിക്കാരൻ നല്ലൊരു പ്രൊഫൈലൊക്കെ വരേണ്ട ഒരാളായിരുന്നു. അതെ, നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ സുഖമായിട്ട് കയറി വന്നേനെ. കാരണം 100 ദിവസത്തെ ഡ്രസ്സ് വരെ പാക്ക് ചെയ്തുകൊണ്ടാണ് അതിനകത്തേക്ക് പുള്ളി പോയത്. ഒരു ബിഗ് ബോസിലോട്ട് ഒരു കണ്ടസ്റ്റന്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ച് കിട്ടാത്ത ഫെയിം കിട്ടും. കാരണം അത്രമേൽ ഒരു വൈഡ് ഓഡിയൻസ് ബിഗ് ബോസിനുണ്ട്. പക്ഷെ ചിലത് തെറ്റിദ്ധാരണയല്ല. അതായത് എന്ത് സംഭവിക്കാം, ഒന്നി ഉള്ള ഫെയിം കളഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് വരാം. അങ്ങനെയുള്ള ഫെയിം കളഞ്ഞിട്ട് വന്ന വ്യക്തികൾ ആരായിട്ടാണ് തോന്നുന്നത്? ഉള്ള ഫെയിം കളഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് ബിഗ് ബോസിൽ പോയാൽ എത്ര പറഞ്ഞാലും ഫെയിം ആണ്. ഇത് നെഗറ്റീവിലേക്ക് മാറുന്നോ എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വരുന്നത്. ഉള്ള ഫെയിം ആർക്കും പോവില്ല, എല്ലാവർക്കും ഫെയിം കൂടത്തേ ഉള്ളൂ. ഉള്ള ഫെയിം നെഗറ്റീവിലേക്ക് പോയ ഒരാളാണ് ഇപ്പൊ സീസൺ 6 എടുത്ത് പറയണമെങ്കിൽ ജാസ്മിൻ ഒത്തിരി നെഗറ്റീവിലോട്ട് പോയി. പക്ഷെ ഇത് കാലക്രമേണ ബിഗ് ബോസ് ആണ് ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ സീസൺ 5 എടുത്ത് നോക്കുകയാണെങ്കിൽ ശോഭ വിഷം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും ഒരുവിധം ശരിയായി വരുന്നു. സീസൺ 4 ജാസ്മിൻ ഓരോ സീസണിലും പെൺകുട്ടികൾക്കാണ് കൂടുതലും ഈ പറയുന്ന കണക്ക് നെഗറ്റീവ് വരുന്നത്. പക്ഷെ അൻസിഫ് ഒരു വീഡിയോയിൽ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഇനിയുള്ള സീസൺ 8 മുതൽ എടുത്ത് നോക്കിയാൽ പെൺകുട്ടികളുടെ എണ്ണം കുറയുമോ? കുറയും. അത് പറയാൻ കാരണം ഇപ്പോഴത്തെ ലെവലിലാണ് ഓഡിയൻസ് ഇത് കാണുന്നതെങ്കിൽ കേരള ജനത മാറാതെ ഇങ്ങനെ തന്നെ ഇതൊരു ഷോയാണ്, ഒരു ഷോ ആയിട്ട് കാണുക. അല്ലാതെ ഇവർക്ക് പുറത്തൊരു ബന്ധമുണ്ട്, ഇവളകത്ത് വന്ന് ഇന്ന ആളെ നോക്കുന്നു, കണ്ണടയ്ക്കുന്നു, കണ്ണിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത്ര നിസ്സാരമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ കയ്യില്ലാത്ത ഡ്രസ്സ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ആൾക്കാർ പിന്നെ എത്രയൊക്കെ പറഞ്ഞാൽ അവരുടെ ലൈഫ് അല്ലേ വലുത്, അവർ പിന്നെ പോകൂല. അവർ കുറച്ചു കാലം കൂടിയൊക്കെ നോക്കും. ഇപ്പോ ഇതിനേക്കാൾ തകിടം പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസ് തെലുഗു ആണ് എന്റെ ഓർമ്മയിൽ. തെലുഗു 7-8 സീസൺ കഴിഞ്ഞു, ഇതുവരെ ഒരു ഫീമെയിൽ വിന്നർ ഇല്ല. അതെന്തുകൊണ്ടില്ല? അതിന് ഞാൻ തെലുഗു ഫോളോ അപ്പ് ചെയ്യാറില്ല. എനിക്ക് തെലുഗു മനസ്സിലാവില്ല, അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫോളോ അപ്പ് ചെയ്യാത്തത്. പക്ഷെ ഭയങ്കര സൂപ്പർ സാധനമാണ് തെലുഗു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ ബിഗ് ബോസ് തെലുഗു ആണ്. ഏതെങ്കിലും കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസിൽ തിരിച്ചു വന്നിട്ട് നീ കാണിച്ച തെമ്മാടിത്തരമായി പോയടാ, ഇനി മേലെ ഇനി എന്നെ പറ്റി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോ കുറെ റിവ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പോ നമുക്കറിയാം മെയിൻ ആയിട്ട് നിൽക്കുന്ന 4-5 റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന പലരും ഉണ്ട്, മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. മുഖം കാണിക്കാത്തവർക്ക് പ്രശ്നമില്ല, ഇവർ ആരെന്നൊന്നും അറിയാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ കണ്ടസ്റ്റൻസിനെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ പോയി നിന്നാൽ പോലും അവർക്ക് അറിയണമെന്നില്ല. മുഖം കാണിച്ച് ചെയ്യുന്ന 1, 2, 3 വ്യക്തിത്വങ്ങൾ മാത്രമേ പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളൂ. ഇവരൊക്കെ പല പല വ്ളോഗുകളും മുന്നത്തെ സീസണുകളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സീസണുകളിൽ കണ്ടസ്റ്റൻസുമായിട്ടുള്ള വ്ളോഗുകൾ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? കാരണം ഒരു കണ്ടസ്റ്റന്റിനെ പറയാന്നുള്ളതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു എത്രയൊക്കെ പറഞ്ഞാലും അവരൊരു ഗെയിം ഷോയിലാണ്, ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് പറയാം, മാന്യമായ രീതിയിലും പറയാം, നമുക്ക് റീച്ച് ഉണ്ടാക്കാന്നുള്ള ലെവലിലും പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിത് അറിയുന്നുണ്ടാവില്ല. അവരുടെ ഫാമിലി ഉറപ്പായിട്ടും നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അതെ, ഞാൻ സീസൺ 6 എല്ലാ കണ്ടസ്റ്റൻസുമായിട്ടും ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഒരു ഹായ് ബൈ ബന്ധമെങ്കിലും ഉണ്ട്. ഞാൻ വിമർശിച്ചിട്ടുള്ളവരാണ്, അവരുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ആ ലിമിറ്റിൽ നിന്നേ പോകാറുള്ളൂ. ഈ ലിമിറ്റ് വിട്ട് വീഡിയോ ചെയ്യുന്ന റിവ്യൂവേഴ്സ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അതാരായിരിക്കും? അത് ഞാൻ പേര് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ആ വ്യക്തി ഇഷ്ടമല്ല, വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഈ അൻസിഫിനെ പറ്റി ഞാൻ കേട്ടത് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റ ഒരാളുള്ളൂ, ഷെയർ പൈസ കൂടി സഹായിച്ചിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും. കാരണം എനിക്ക് ബിഗ് ബോസിലെ 3 മന്ത് മാത്രമേ നമുക്ക് ആ 100 ദിവസത്തെ റവന്യൂ കിട്ടും. ആ 3 മാസമുള്ള എനിക്ക് ആ റവന്യൂ കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് ഒരു വരവുണ്ട്. ഭയങ്കര നമ്മൾ കറങ്ങാൻ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, എല്ലാം. അപ്പോഴെല്ലാം എന്റെ ഗൂഗിൾ പേ എക്കടെക്കടാ കേൾക്കുന്നത്. അപ്പൊ ഈ 3 മാസം പൈസ ഇല്ലാത്തപ്പോ ഷെയർ സഹായിക്കുന്നേ അല്ല, ഈ 3 മാസം ഒഴിച്ച് എന്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ അടിച്ചു തൂത്തങ്ങ് തീർക്കുമല്ലോ. ബാക്കി ഫുള്ളും ഷഹീർ പൈസ തരും. മന്ത്ലി എനിക്ക് എന്തെങ്കിലും വരാതിരിക്കുമല്ലോ, അതിൽ നിന്ന് പേ ചെയ്യും, തിരിച്ച് വീണ്ടും വരും. ഷഹീർ മാത്രമല്ല, സഹായിക്കുന്ന കുറെ പേരുണ്ട്. എന്നാലും മെയിൻ എന്റെ ATM ഷഹീറാണ്. ഈ ബിഗ് ബോസ് റിവ്യൂവിലൂടെ അൻസിഫിന് കിട്ടിയ വരുമാനം 5 ലക്ഷമാണെന്ന് ഞാൻ കേട്ടു. എക്സാക്ട് ഏകദേശം. ഞാൻ സീസൺ 5 ആദ്യമായിട്ട് തുടങ്ങുന്നത്. ആ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ 5-1 ഭാഗമായിരുന്നു. ഈ കാണുന്നവർ വിചാരിക്കും ഇതിൻ്റെ അകത്ത് എന്തുവാണ് കഷ്ടപ്പാട്, ഒരു ക്യാമറ എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്നു, നീ നാക്കിട്ട് സംസാരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ തോന്നിവാസം പറയുന്നു, പൈസ മേടിക്കുന്നു. ശരിക്കും എന്താണ് ഇതിന്റെ കഷ്ടപ്പാട്? ഇതിന്റെ കഷ്ടപ്പാട് അയ്യോ സത്യം പറഞ്ഞാൽ ഇപ്പം മുതലേ ഇതിന്റെ കഷ്ടപ്പാടാണ്. മീൻസ് ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇതിനു വേണ്ടി 100 ദിവസം ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്തും ലീവ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ PSC കറന്റ് ചെയ്തോണ്ടിരിക്കാം. അതിൽ നിന്ന് ഞാൻ ലീവ് എടുത്തിട്ടാ വരുന്നത്.
എന്റെ സീസൺ 7ലേക്ക് വീഡിയോ ചെയ്യാനുള്ള എന്റെ എല്ലാ ഡ്രസ്സും ഞാൻ അലക്കി വെച്ചിട്ടുണ്ട്. 40 ദിവസം മുന്നേ ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ചെയ്യാനുള്ള സംഭവം. അൻസിഫ് അകത്ത് കയറുന്നില്ലെന്നേ ഉള്ളൂ ബിഗ് ബോസ്. ഇല്ല, ആ സെയിം ഒരുക്കം പുറത്ത് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ആ 100 ദിവസത്തേക്ക് ഡ്രസ്സ് ഞാനല്ല എന്റെ ഡ്രസ്സ് കഴിവുന്നത്. എന്നാൽ ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ താഴത്തെ നിലയിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് ടൈമില്ല. അപ്പം ഞാൻ ഡ്രസ്സ് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇപ്പോ പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. കാരണം വയ്യാതായി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ആ കൂടെയുള്ള 100 ദിവസമാണ്. അപ്പം അതിന്റെ പ്രിപ്പറേഷൻ. പിന്നെ മോർണിംഗ് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും എഴുന്നേക്കും. ഇപ്രാവശ്യമാണ് ബിഗ് ബോസ് ഈ ഓണം ടൈമിന് വരുന്നത്. കഴിഞ്ഞ വർഷം വരെ നോമ്പ് ടൈമിലാണ്. അപ്പൊ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ നോമ്പെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു 5-6 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ നോമ്പും എനിക്ക് എടുക്കണം, ഇതും ചെയ്യണം. രണ്ടും കൂടിയാണ് എൻ്റെ ഒരു ലൈഫിന്റെ ഇപ്പൊ പോകുന്ന ഒരു സക്സസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ ഒരു 6 മണിക്ക് ഒരു 1.5 അവർ കാണും, ഒരു 10 മിനിറ്റ് ആയിട്ട് പറയും. ഡെയിലി ഒരു 13 വീഡിയോ 12 വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഡ്രസ്സും ഈ കണക്കിന് മാറിക്കൊണ്ടിരിക്കുക, വിയർത്തോണ്ടിരിക്കുക. അപ്പൊ ഈ ഡ്രസ്സ് ഇങ്ങനെ മാറി എറിഞ്ഞ് രാത്രി ആവുമ്പോഴായിരിക്കും നോമ്പ് തുറക്കാൻ സമയമാവുന്നത്. ഈ 15 മിനിറ്റാണ് എന്റെ വീട്ടുകാരെന്നെ കാണുന്നത്, നോമ്പ് തുറക്കുന്ന ഈ ടൈം മാത്രം. ബാക്കി അവര് എനിക്ക് ചോറ് വെച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങും. രാവിലെ എഴുന്നേക്കുമ്പോൾ ഉമ്മായും അപ്പയൊക്കെ ചോദിക്കും എന്തോരം അലപ്പായിരുന്നു രാത്രി റൂമിൽ ഇരുന്നിട്ട്. കാരണം വീഡിയോ ചെയ്യുന്നതിന്റെയാ. എളുപ്പമുള്ള പരിപാടി അല്ല. 2 മണിയാവും. ഞാൻ 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. 2 മണിക്ക് കുളിച്ചിട്ട് കിടക്കുമ്പോ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഫോൺ എന്ത് സൈഡിൽ ഓൺ, വൈഫൈ അല്ലേ, സൈഡിൽ ഹോട്ട്സ്റ്റാർ ലൈവ് ഇട്ട് വെച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ AC യുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും ഫോണിൽ കൂടി. ഈ 24/7 കാണുമോ? ഞാൻ കാണും. ഞാനിത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇത് സൈഡിൽ വെക്കുമ്പോ പെട്ടെന്ന് കാണാൻ ചിലപ്പോൾ അടി നടന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറാണ് കിടക്കുന്ന. 100 ദിവസം മാക്സിമം പോയ ഒരു 3 അവർ ഒരു ദിവസം കിടക്കുമായിരിക്കും. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കിടന്നിട്ട് പെട്ടെന്ന് അടിയാണെങ്കിൽ ചാടി ഇങ്ങനെ എഴുന്നേക്കും. എന്താ നടന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബാക്ക് അടിക്കും. അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള 5 പേര് ഇനി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ അൻസിഫിനെ കല്ലെറിയത്തില്ലേ? ഉറപ്പായിട്ട് വേറെ കിട്ടും. അപ്പൊ അവരോട് പറയൂ, ഓൾറെഡി ഞാൻ കേട്ടതാണ് പറയുന്നത്, എനിക്ക് കൺഫേം അല്ലെന്ന്. അതിലൊരു ഇതിട്ടുണ്ടല്ലോ 98% 2% ഉണ്ട്. പക്ഷെ 2%ആണ് നീ ഇട്ടത്. എന്തെല്ലാം ചീത്ത വരും. പിന്നെ ഞാൻ കമന്റ് ബോക്സ് തുറക്കാറില്ല. ഞാൻ തുറക്കത്തെ. ഈ കമന്റ് ബോക്സിൽ വരുന്ന ഏറ്റവും തെറിവിളി എന്തുമായിരിക്കും? ഏറ്റവും വലിയ തെറിവിളി അൻസിഫ് നോക്കത്തില്ലേ, ഷഹീർ നോക്കുമല്ലോ. എന്തൊക്കെയാ ഷഹീർ കാണുന്നത്? മൊത്തം ഈ വീട്ടുകാരെ തെറിവിളി. അങ്ങനത്തെ വീട്ടുകാർ എന്താ വിളിക്കുന്നത്? വളരെ ഞാൻ പുറത്ത് പറഞ്ഞു, അതിനെന്തുവാ പറഞ്ഞോ? പുതിയ ചീത്തകൾ പഠിച്ചതേ ഫേസ്ബുക്കിലെ ഞാൻ നോക്കാറുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്ക് യൂട്യൂബിലെ കമന്റ്സ് നോട്ടിഫിക്കേഷൻ വരുമ്പോ അതിങ്ങനെ ഭയങ്കര തെറിവിളിയാകുമ്പോ ഞാൻ FB ഒന്ന് തുറക്കും. അപ്പൊ തള്ളക്ക് വിളിയും തന്തയ്ക്ക് വിളിയും കേൾക്കുമ്പോ ഇങ്ങനെ ഞാൻ വിചാരിക്കും യൂട്യൂബിലുള്ളവർക്ക് മര്യാദ ഉണ്ട്, അത്രയും കുഴപ്പമില്ലല്ലോ. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് വാപ്പായെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ശരിക്കും. കാരണം അത്ര വാപ്പ വന്ന് അവര് പണ്ട് അവർക്ക് 10-50 വയസ്സൊക്കെ കഴിഞ്ഞതാ. അപ്പൊ അവര് പണ്ടത്തെ ആൾക്കാരല്ലേ. അപ്പം അവർ ആ മെന്റാലിറ്റി നമ്മളിന്ന് കാണുമ്പോൾ പോലെ കാണണമെന്നില്ലല്ലോ. അപ്പം നിന്റെ വീഡിയോ പറ്റി ഭയങ്കര മോശം അഭിപ്രായം, വീട്ടിൽ ഇരിക്കുന്നവരെ കൂടെ തെറി വിളിപ്പിക്കാനാണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അവരിനിയിപ്പോ കാണണ്ട. യൂട്യൂബിൽ കണ്ട പ്രശ്നമില്ല. കാരണം ഫേസ്ബുക്കിൽ അമ്മാവന്മാരിരുന്ന് രാവിലെ മുതൽ ജിഫ് ഒക്കെ ഉണ്ടാക്കിയാണ് തെറി വിളിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ബ്ലോക്ക് ചെയ്ത് വെക്കും. പുതിയ സ്റ്റുഡിയോ ഒക്കെ പണിയുവാന്ന് കിട്ടും 2 കൂട്ടുകാരന്മാര്. എന്തൊക്കെയാണ് ഇനിയും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങള്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലെ കുറെ ഇങ്ങനെ ഇപ്പൊ നമ്മള് വളർന്നു വരുമ്പോൾ ഡോക്ടർ ആവണം, ലെക്ചർ ആവണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ 2 വർഷമായിട്ട് ഇപ്പൊ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതാ. ഇത്തവണത്തെ എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ് അതിലൂടെ ഒരു റവന്യൂ കിട്ടിയാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ചെറിയ രീതിക്ക്. കാരണം എനിക്കൊരു അപ്ഗ്രേഡ് ഇല്ല. മീൻസ് ബിഗ് ബോസ് ഇതിന് വേണ്ടി നടക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആ ബിഗ് ബോസ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനും പറ്റൂ. അപ്പൊ എനിക്ക് ലൈഫിൽ ഒരു ജോലി കിട്ടിയാൽ പോലും ആ വർഷത്തിലൊരു 100 ദിവസം ലീവ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ഇതായിരിക്കണം എന്നാണ് ഞാൻ. ഇതിനെ സെക്കൻഡറി ആയിട്ട് കൊണ്ടുപോകാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ജോലി നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. നമ്മുടെ സെർവർ ഡൗൺ ആയാൽ യൂട്യൂബ് തീർന്നു, അത്രേ ഉള്ളൂ. ഷഹീർ, അൻസിഫിനെ പറ്റി ഞാൻ കേട്ട വേറൊരു കാര്യം, മലയാളത്തിൽ മാത്രമല്ല ഫാൻസ് തമിഴിലും ഉണ്ട്. തമിഴ് ഞാൻ പഠിച്ചതേ ബിഗ് ബോസ് കണ്ടിട്ട്. എനിക്ക് തമിഴ് തമിഴിലൊന്ന് റിവ്യൂ പറഞ്ഞേ. എന്താ പറയുക, എന്തിനെ പറ്റിയാ പറയണ്ടേ? സീസൺ 7 പ്രൊമോയെ പറ്റി പറഞ്ഞോ. வணக்கம் மக்களே. அப்போ சீசன் 7 மலையாளத்தோட ப்ரொமோ வந்துடுச்சு. எப்படி இருந்தது பார்த்தது இல்லையா? நான் பார்த்தேன், ரொம்ப அழகா தான் இருந்த. இந்த வாட்டி 7ஓட பணி தான் வரப்போறது. 7ஓட பணின்னா நம்ம 8ஓட பணின்னு சொல்றது இல்லையா, அந்த மாதிரி 7 அப்படிதான். ഞാൻ ബിഗ് ബോസ് സീസൺ 7 ഭയങ്കര പ്രശ്നക്കാരനാണ് ഞാൻ അതിൻ്റെ അകത്ത്. അതായത് വലിച്ചു കീറാൻ തോന്നും പ്രേക്ഷകർക്ക്. അൻസിഫ് എങ്ങനെ അതിനെ റിവ്യൂ ചെയ്യും? ഇപ്പം ടാസ്കാ പറഞ്ഞോ. വലിച്ചു കീറാൻ പ്രേക്ഷകർക്ക് തോന്നും. ഞാൻ അവരുടെ കഴിവ് തന്നെയാണ് അവരതിനകത്ത് കാണിക്കുന്നത്. അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ്. അത് റിവ്യൂ ആയിട്ട് പറഞ്ഞോ. റിവ്യൂ ആയിട്ട് പറയുമ്പോഴത്തേക്കും
അജിന് അതിനകത്ത് കാണിക്കുന്ന വേലകൾ മുഴുവൻ ഈ പറയുന്ന പോലെ അജിന് ശ്രദ്ധ കിട്ടാനുള്ള സംഭവങ്ങളാണ്. പക്ഷെ നമ്മളത് അംഗീകരിക്കണം. കാരണം അജിന് ഈ കാണിക്കുന്നത് അതിനകത്തുള്ള ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും അജിന്റെ കൂടെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു നെഗറ്റിവിറ്റി അതിനകത്തൂടെ വരാതിരിക്കാനുള്ള ഒരു ശ്രമം പുള്ളി നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം 24/7 ഈ പറഞ്ഞ കഴിഞ്ഞ സീസണിലെ രതീഷ് കാണിച്ചതുപോലെ ആവുമ്പോഴത്തേക്കും അത് ഭയങ്കര മടുക്കും. അതെ, ഞാൻ മൈൻഡ് ഗെയിമാണ് കൂടുതൽ പറയാറ്. ഈ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും എഡിറ്റിംഗ് ഇല്ലേ? ഉറപ്പാണ്. 24/7 കാണുമെങ്കിൽ നമ്മൾ ഇന്ന് 3 മണിക്ക് കാണുന്നത് ഇന്നലെ 3 മണിക്കുള്ള സംഭവങ്ങളാണ്. 24 hours പിറകിലായത് നടക്കുന്നത്. ഇതിനകത്ത് നമുക്കറിയാത്ത കുറെ സംഭവങ്ങൾ. ഇത് എത്രയൊക്കെ പറഞ്ഞ ഇതൊരു ഷോയാണ്. ഇതൊരു ഔട്ട്ലൈൻ ഉണ്ട്. ഈ ഷോയ്ക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ 100 ദിവസം ഇവിടെ തന്നെ ഇട്ടാ പോരെ. എല്ലാവരും എല്ലാ ആഴ്ചയും നോമിനേറ്റഡ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷോ തീർന്നു. നമുക്ക് സ്ക്രിപ്റ്റ് അവർ ടാസ്ക് തരുന്നു. ഈ ടാസ്കില് ഇന്ന ആൾക്കാരുടെ ടീമാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. മോർണിംഗ് ടാസ്ക് തരുവാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അവിടെയുള്ള ആരും ചിന്തിക്കാത്ത ഒരു സിമ്പിൾ ലോജിക്കാ. ഈ വീട്ടിലെ ഓരോരുത്തരെയും ഓരോ മൃഗങ്ങളായിട്ട് കണ്ട് അതിനുള്ള കാരണം പറയുക. അപ്പൊ ഞാൻ വന്നിങ്ങനെ നിൽക്കുക, അജിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു കുറുക്കനെ പോലെയാണ്. ഇതെന്ത് ചെയ്യും? ഈ ടാസ്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ മൈൻഡിൽ ഇട്ടയ്ക്കും. ഇത് എപ്പോഴെങ്കിലും പ്രതികരിക്കും. 10ാം ദിവസം പ്രതികരിക്കാനുള്ള 1ാം ദിവസമേ ഇവർ വിതറി കൊടുക്കും. നീ എന്നെ അന്ന് കുറുക്കൻ എന്ന് വിളിച്ചില്ല, എന്തർത്ഥത്തിലാണ് വിളിച്ചത്? നീ അല്ലേ ശരിക്കും കുറുക്കൻ? ഇതെപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ തിരിച്ച് ചോദിക്കും. അതിനു വേണ്ടിയാണ് ഇവർ ഈ മോർണിംഗ് ടാസ്ക് മുതൽ രാത്രി സ്പോൺസർ ടാസ്ക് വരെ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇവരിട്ട് കൊടുക്കും. ഇവര് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവര് വിചാരിച്ചാല് ഒരാളെ വിന്നാക്കാൻ പറ്റത്തില്ലേ? പറ്റും. കാരണം എഡിറ്റിംഗ് ഉണ്ട്. പക്ഷെ എഡിറ്റിംഗിലൂടെ നമുക്ക് വിന്നാക്കാൻ പറ്റില്ല. എഡിറ്റിംഗിലൂടെ പുറത്ത് ഔട്ട് വോട്ട്സ് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ വോട്ട്സ് കളക്ട് ചെയ്യുന്ന ആൾ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ വിന്നർ ആവൂല. നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആള് മലയാളം ബിഗ് ബോസ് വിന്നർ ആവത്തില്ല. ഹിന്ദിയിൽ ഇപ്പൊ സീസൺ 15 തേജസ്വി പ്രകാശ് വിന്നറായി. ഈ ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്ന കണ്ടസ്റ്റന്റുകള് അൻസിഫിനോട് എന്തുവാ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന പോലല്ല, ശരിക്കും നമ്മളെ വട്ടനാക്കുന്ന പരിപാടിയാണോ? എനിക്ക് കുറെ പേരോട്ട് പരിചയം. ഞാൻ ഇവരുടെ എല്ലായിടത്തും നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്താ വിടാറുള്ളത്. എനിക്ക് ഇപ്പം സീസൺ 7 ഒരാളെ പോവാണെങ്കിലും എന്നെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോവാടാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവരൊക്കെ തിരിച്ചു വന്നിട്ട് കഴിഞ്ഞ വർഷം വരെയും എന്നോട് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വരെ ആരും പറയാത്തൊരു കാര്യം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നീ എല്ലാം പറഞ്ഞു തന്നു. പക്ഷെ ഒരു പോയിന്റ് നിനക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. നമ്മൾ നമ്മുടെ എതിരാളികളായിട്ട് കാണേണ്ടത് കണ്ടസ്റ്റൻസിനെ അല്ല, ബിഗ് ബോസിനെയാണ്. അവരാണ് ടാസ്ക് തരുന്നത്, അവരാണ് നമ്മളെ ഇങ്ങനെ ഓരോ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിനെതിരെ കളിക്കുക. ഈ അൻസിഫ് എപ്പോഴെങ്കിലും ആരെങ്കിലും PR ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് ഒരുപാട്. എത്ര രൂപ വരെ ഓഫർ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഓഫർ ചെയ്യുന്നത് കേൾക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല. പക്ഷെ പണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്ക് 10,000-3000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ കണ്ടസ്റ്റൻസിന്റെ പേരൊന്നും പറയുന്നില്ല. ചിലപ്പം കണ്ടസ്റ്റൻസ് കൂടെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവരുടെ ഫാൻ പേജോ ആർമിയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. വിളിച്ചിട്ട് അന്ന് എനിക്ക് റീച്ച് ഒക്കെ ചെറിയ രീതിക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം 1000 രൂപ തരാം ഒരു വീഡിയോക്ക്, ഇന്ന പോയിന്റ്സ് അതിനകത്ത് പറയും, നമുക്കത് കട്ട് ചെയ്തെടുക്കാനാ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. ഇല്ല. അഭിമാനത്തോടെ പറയുന്നു 1 രൂപയെങ്കിലും വാങ്ങിച്ചു എന്ന് തെളിയിച്ച് ഞാൻ എന്റെ ചാനൽ സ്പോട്ടിരുന്ന് ഡിലീറ്റ് ചെയ്യും. അതൊരു വാശിയാ. അതൊരു വാശി തന്നെയാ. അൻസിഫ് 1000 തുടങ്ങി, ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു റിവ്യൂവറായിട്ട് അൻസിഫും കൂട്ടുകാരനും ഇരിക്കുമ്പോൾ എന്ത് തോന്നി നിമിഷം? ഭയങ്കര സന്തോഷമാണ്. എനിക്കിനി 1 lakh അടിക്കണം എന്നുള്ളൊരു ഡ്രീമാണ്. അപ്പൊ ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ അത് സാധിക്കട്ടെ. അപ്പൊ ഇനിയും ബിഗ് ബോസിനെ അങ്ങ് വിട്ടു തരുക. നല്ല റിവ്യൂ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 കൊടിയേറി മക്കളെ. കൊടിയേറി. അപ്പം താങ്ക് യു സോ മച്ച്.